ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യാൻ പോണത് അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആനിമലാണ്. അത് ജിറാഫിനെയാണ് ചെയ്യുന്നത്. ആ ജിറാഫിന് നമ്മൾ ആ ഒരു ഷേപ്പ് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ലത് നമ്മുടെ നമ്മുടെ ആ കയ്യിൽ 5 വിരലുകളും വെച്ച് നമ്മളിങ്ങനെ അമർത്തി ആ ഒരു ആ മുഖത്തെ ഷേപ്പ് തന്നെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നത്. അതുകൊണ്ട് ഇത് കാണിക്കുന്ന കണക്ക് വളരെ സിമ്പിളായിട്ട് ആ ഒരു ഫോയിൽ പേപ്പറിൻ്റെ അകത്ത് ഞാൻ വെറും A4 സൈസ് പേപ്പർ, നൈസായിട്ടുള്ള പേപ്പർ എല്ലാം നീളത്തിൽ ആ കഴുത്തിന് വേണ്ടിയിട്ട് വെച്ചത് കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ പേപ്പർ വെച്ച് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ വേണമെങ്കിൽ അതും ചെയ്യാം. വെച്ച് നമ്മളിതാ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന എങ്കിലോ മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 4 ഈർക്കിലാണ് കാലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ആ ഒരു ചെവിക്കും ആ ഒരു ഇയറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത്. അത് നമ്മളിതുപോലെ എടുത്ത് നമ്മൾ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെക്കുക ചെയ്യുന്നത്. ഇനി അത് ചെവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചുരുട്ടി മടക്കി, സത്യം പറഞ്ഞാൽ ആ കൈ വെച്ച് നമ്മൾ ചുരുട്ടി മടക്കി വെക്കുന്ന ഒരു ഷേപ്പാണ്. ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതല്ല വേറെ പല ഷേപ്പുകളും നമുക്ക് വളരെ അനായാസമായിട്ട് തന്നെ ചുരുട്ടി മടക്കി വെക്കുമ്പോൾ ആ ഷേപ്പായി കിട്ടും. ഇതുപോലെ ഈ ചെവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മടക്കി എടുത്ത് ചുരുട്ടി അതും ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ആനിമൽസ് ഏത് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. റാബിറ്റ്, അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാത്തക്ക വിധത്തിലുള്ള എളുപ്പമുള്ള രീതിയിൽ എല്ലാം നമുക്ക് ഈ ഫോയിൽ പേപ്പർ വെച്ച്, അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ മടക്കി ഇനി നമ്മൾ ഫെവി ബോണ്ട് വെച്ച് നമ്മൾ ഒട്ടിച്ച് വെക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്ലെക്സ് ക്വിക്ക് ആയാലും മതി. ഫ്ലെക്സ് ക്വിക്ക് ആകുമ്പോൾ കുറച്ച് ലിക്വിഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിലും നല്ലത് നമ്മൾ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ അത് അടുത്ത ചെവിക്ക് വേണ്ടിയിട്ട് നമ്മളിതുപോലെ വെറുതെ മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ചെവി അതുപോലെ തന്നെ മടക്കി ചുരുട്ടി അതും ഫെവി ബോണ്ട് വെച്ച് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ അതിൻ്റെ ഷേപ്പ് നോക്കിക്കൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഒരു കാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഈർക്കിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഈർക്കിൽ 2ആയിട്ട് മടക്കി അത് ഞാൻ ഗോൾഡൻ വയർ യൂസ് ചെയ്യാം. പക്ഷേ ആ ഒരു ബോഡി സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ നേർത്ത ഈർക്കിലില്ലെങ്കിൽ ചെറിയ കമ്പ് ആയാലും മതി. അതിന് പകരം വേറെ വയറ് എന്തെങ്കിലും ആയാലും മതി. ഇതുപോലെ ഞാൻ ചുറ്റിയെടുത്ത് ഇനി നമ്മളത് ഫിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫോയിൽ പേപ്പർ കംപ്ലീറ്റ് കവർ ചെയ്തില്ലായിരുന്നു. അതിൻ്റെ പള്ള ഭാഗത്ത് പേപ്പർ അത് കത്രിക വെച്ച് ഹോളാക്കി അതിൻ്റെ അകത്ത് ഫെവി ബോണ്ട് വെച്ചതിന് ശേഷമാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. ഒരു 5-10 മിനിറ്റ് അതേപോലെ വെക്കാമെങ്കിൽ പെട്ടെന്ന് അത് ഒട്ടിയെടുത്തോളും. ഫെവി ബോണ്ട് വെച്ച് അതുപോലെ തന്നെ കത്രികയ്ക്ക് ഒരു ഹോൾ ഉണ്ടാക്കി അതിലോട്ട് ഈ 4 കാലും നമ്മൾ ചെയ്തെടുത്ത് ഇനി അതിൻ്റെ ഒരു പള്ളയ്ക്ക് വീണ്ടും ആ ഒരു ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇതിൽ ഒട്ടിച്ച് ആ ലാസ്റ്റ് ടച്ചിങ്ങിന് മാത്രം ഫെവി ബോണ്ട് വെച്ചാൽ മാത്രം മതി നമുക്ക്. ഇനി ആ ഒരു കാലിൻ്റെ ആ തുടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെയും പേപ്പർ ഒട്ടിച്ച് ഇതുപോലെ നിന്നോളും. ബാലൻസ് ചെയ്ത് നമുക്ക് നിർത്താം. ബാക്കിൽ 2 കാലും ഫ്രണ്ടിലത്തെ 1 കാലും മതി ബാലൻസ് ചെയ്ത് നിർത്താൻ. അല്ലെങ്കിൽ 4 കാലും അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിലും വയ്ക്കാം. 1 കാല് ഞാൻ ഫ്രണ്ടിലോട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതിൻ്റെ ടെയിലിന് വേണ്ടിയിട്ട് ശരിയാക്കി ഇതുപോലെ നിന്നോളും. വീണ ഉടയത്തൂലോ ഒന്നും പേടിക്കേണ്ട. നമുക്ക് കുട്ടികൾക്ക് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. മനോഹരമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അത് കളർ ചെയ്യുകയാണ്. ഇത് ഞാൻ ഓറഞ്ച് യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുപോലെ ജിറാഫിനെ നമുക്ക് മനോഹരമാക്കി ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്കിതുപോലെ